Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Prayer ആരാണ്? ഞാൻ ചെയ്യാം മാം. പറഞ്ഞോടാ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എന്തരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി എൻ്റെ കരത്തിലും, എന്നും എന്നിൽ ദയാ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എന്തരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. താങ്ക് യു. ഓക്കെ. ലാസ്റ്റ് നമ്മൾ 3 ചാപ്റ്റർ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കി എല്ലാവരും? നോക്കി. കുഴപ്പമില്ല മിസ്സേ. പക്ഷെ MCQ നേരത്തെ തന്നോലെ ഇച്ചിരി കുറച്ച് മാറ്റം ഉണ്ടല്ലോ മിസ്സേ. ഈ ഒരു പാറ്റേൺ അന്ന് തന്നതായിട്ട് ഒരു കുറച്ച് എന്താ പറയാ മാറ്റം പോലെ തോന്നി. കോമൺ ചൈൽഡ് ഡിസീസിനൊക്കെ സെയിം MCQ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആയിരിക്കും വരുന്നത്. ചിലർക്ക് അറിയാലോ, ചില ഇതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. പിന്നെ നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് ഇതില്, അല്ലേ? അതെ മാം. അതെ മാം. നിങ്ങൾ നന്നായിട്ട് അത് പഠിക്കാട്ടോ. രണ്ടും MCQയില് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻസ് ഓൾറെഡി MCQ തന്നതുകൊണ്ടാണ് ഞാൻ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് വിചാരിച്ചിട്ട് MCQ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കരുതട്ടോ, കേട്ടാ? MCQ ഓൾറെഡി അതില് വരാതെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. MCQ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, എന്നിട്ട് അത്രയും പോവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ആവാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ നോക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് കടക്കാൻ കേട്ടോ. ഓക്കെ. പ്രാക്ടിക്കൽ ഏരിയയിൽ ഞാൻ മാത്തമാറ്റിക്കൽ ഏരിയയാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ. ഞാനത് ഷെയർ ചെയ്യാം സ്ക്രീനിൽ. മാം ഒരു കാര്യം പറയട്ടെ. ഞങ്ങക്ക് ആദ്യം ശരണ്യ മിസ് ഉണ്ടായിരുന്നില്ലേ, ആ മിസ് പോയില്ലേ, യൂണിറ്റ് 3 ആ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അല്ലേ? അപ്പൊ അതൊന്ന് മിസ് കുറച്ച് ക്വസ്റ്റ്യൻ തരുമോ? ആ മിസ് ഇല്ലല്ലോ ഇപ്പൊ. ഓക്കെ, ഞാൻ അത് നോക്കട്ടെ. ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. എന്താ? ഓക്കെ. 1 മിനിറ്റ്. നമ്മള് മൊഡ്യൂൾ ഷെയർ ചെയ്യാം. മൊഡ്യൂൾ 3 ആണ് നമ്മള് പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുന്നത്. ഇതില് മാത്തമാറ്റിക്കൽ ഏരിയയാണ് ഞാൻ എടുക്കുന്നത്. 2 ദിവസമായിട്ടൊന്നും അതേപോലെ മൺഡേയും കൂടി മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോർഷൻ 4ാമത്തെ യൂണിറ്റ് ആണത്, മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് പറയുന്നത്. പേജ് നമ്പർ എത്ര കണ്ടേ? 146. ഓക്കെ. മാത്തമാറ്റിക്കൽ ഏരിയ ആണ്, മോഡിസ്റ്റർ മാത്തമാറ്റിക്കൽ ഏരിയ. കുട്ടികൾക്ക് നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ്. കുട്ടികൾ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ സെൻസേറിയൽ ഏരിയ വെച്ച് തന്നെ കൗണ്ട് ചെയ്യാൻ പഠിക്കും. നമ്മൾ സെൻസേറിയൽ ഏരിയകളാണ് പിങ്ക് ടവർ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിങ്ക് ടവർ എത്ര ബ്ലോക്സ് ആണ്, എത്ര ബ്ലോക്കുകൾ വെച്ചിട്ടാണ് പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബ്ലോക്ക്.
10 blocks. അത് കൗണ്ട് ചെയ്യാം 1 2 3 4 5 6 10 കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്പേഴ്സ് അവർ കൗണ്ട് ചെയ്യാനായിട്ട് ആ ഒരു ഏരിയയിൽ വെച്ച് പഠിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഇത്ര ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 പറയുന്നത് നമ്പർ റോഡ്സ് ആണ്. ഓക്കെ, നമ്പർ റോഡ്സ്. പിന്നെ സാൻഡ് പേപ്പർ ന്യൂമറൽസ് നിങ്ങൾ ചെയ്തില്ലേ? ചെയ്തോ? ചെയ്തിട്ടുണ്ട്. ചെയ്തു മാം. 0 to 9 വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 0 to 9 വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ സാൻഡ് റോഡ് കാർഡ്സ് നമ്പർ റോഡും കാർഡ്സുകളോട്. പിന്നെ പറയുന്നത് സ്പിൻഡിൽ ബോക്സ്, നമ്പർ ഗെയിംസ് ഒക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ റോഡ്സുകളാണ്. ഇമേജ് ഞാൻ വേണമെങ്കിൽ ഇടാട്ടോ. മാം പ്രാക്ടിക്കൽ സെക്ഷന്റെ എക്സാം പോലെ ഉണ്ടോ? എങ്ങനെയാണ്? എക്സാം ഇല്ലടാ, നമുക്ക് വൈബ് ചെയ്യണുള്ള കേട്ടോ. മാം ഇതിന്റെ PDF ഒന്ന് ഷെയർ ചെയ്യാൻ പറയോ? ഞങ്ങൾക്ക് PDF കിട്ടിയിട്ടില്ല. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഇട്ടിട്ടുണ്ട്. വന്നിക്കണിപ്പോ ഇത് ഞങ്ങൾ പ്രിന്റ് എടുക്കണം മാം. PDF ഞങ്ങൾ പ്രിന്റ് എടുക്കണം. മെറ്റീരിയൽസ് നമുക്ക് പഠിക്കാനാണുള്ളത്. നിങ്ങൾ ഇതെങ്ങനെ ചെയ്യണേന്നുള്ളത് പഠിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. ഇതും നമ്പർ റോഡ്സ് ഒക്കെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും അതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കുകയാണ് വേണ്ടത്. ഞാനൊന്ന് ക്യാമറ, നമ്മളുടെ നമ്പർ റോഡ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് 1 ആണ്. 1 ക്യൂബ്, 1 2 3 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 5 6 1 2 3 4 5 6 7. സോ നമുക്ക് ഈ ഒരു കളറ് ഇതിൽ ബ്ലൂവും റെഡ് തീമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ബ്ലൂവും റെഡും വെച്ച് നമുക്ക് എന്താ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്പർ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കാം. അവർക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. ഇങ്ങനെ കൗണ്ട് ചെയ്യാം. നമുക്ക് ഹാൻഡ് ഒക്കെ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യാം. കുട്ടികളെ കൊണ്ട് നമ്മളിത് കൗണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കാർഡ് പറഞ്ഞു, നമ്പർ കാർഡ് പറഞ്ഞു. അത് ഇതാണ്. ഇത് 1 നമുക്ക് കാണുമ്പോ തിരിഞ്ഞായിരിക്കും തോന്നുന്നത് അല്ലെ? 2 അതെ മിസ്സേ, എന്തോ പോലെ തോന്നും. അതെ, സോറി ഇട്ടാടാ. ഒന്ന് തിരിച്ചു വെക്കാൻ പറ്റുമോ? ഞാൻ തല തിരിച്ചു വെക്കാം. ഇപ്പോഴോ? ഇല്ല അല്ലെ? ഓക്കെ, ഇത് ഞാൻ തന്നെ വെക്കാം. ഓക്കെ, അപ്പോ ഇത് 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഞാൻ കുട്ടികളോട് പറയാം, നമ്മളിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പല ഇതായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കുട്ടികളോട് പറയാം ഇതിനനുസരിച്ച് വെക്കാൻ പറയാം. അപ്പൊ അവർക്ക് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് ഇവിടെ നമുക്ക് വെച്ച് തുടങ്ങാം. 1 2 എന്നാ ഇഷ്ടമുള്ള പോലെ വെക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, കുട്ടികളോട് പറയാം 1ന്റെ നേരെ വെക്കാൻ പറയുമ്പോൾ 1ന്റെ നേരെ. Then 2 ഉണ്ടെന്ന് 2ന്റെ നേരെ വെക്കും. Then 3 നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ. 4 then 5 then 6 7 8 9 10. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറയാം. ഇതാണ് നമ്പർ റോഡ്സും കാർഡുകളും കേട്ടോ. ഓക്കെ, ഞാൻ മെറ്റീരിയൽസ് മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. മാക്സിമം നോക്കാം എല്ലാ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ദെൻ ഞാൻ നിങ്ങൾ ബീറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബീറ്റ്സ് നമ്പേഴ്സ് ഒക്കെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നോ?
ബീഡ്സ് ചെയ്യാൻ മിസ് പറഞ്ഞായിരുന്നു, പക്ഷെ ബീഡ്സ് വരുന്നേ ഉള്ളൂ, ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നേ ഉള്ളൂ മിസ്സേ. ആണോ? ചെയ്തിട്ടില്ല. ഞാൻ ഇന്നിപ്പോ ഞാൻ കാണിച്ചു. ഞാൻ മാല വെച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ആ മുത്ത് ചെറുതായോണ്ട്, ആ ബീഡ് ചെറുതായോണ്ട് പിന്നെ ഓർഡർ. ശരിക്കും റൗണ്ട് ആയിട്ടുള്ള ബീഡ്സ്, ഒറ്റ കളറുള്ള ബീഡ്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. സെയിം കളർ ഒരു 55 കളേഴ്സ് വേണം, സെയിം കളർ 10 ചെയ്യണമെങ്കിൽ 55. ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്സേ. ആണോ? ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണാണ്ടോ? ഇതാണ് ഞാൻ ചെയ്തത്. ഇതില് 10 മുത്തുകളുണ്ട്. അങ്ങനെ 1 തൊട്ടിട്ട് 10 വരെ 2 കളറാക്കിയിട്ടാ ചെയ്തിട്ടുള്ളത്. കാണിച്ചുതരാം. നന്നായിട്ടുണ്ട് കേട്ടോ. മാം അബാക്കസ് ചെയ്തന്നെ പിന്നെ ബീഡ്സ് വർക്ക് വേറെ ചെയ്യണോ? ഇതും ചെയ്തിട്ടുണ്ട് മിസ്സേ. അദ്ദേഹം കാണിച്ചു തരാം. ഓക്കെ എടാ. ഇതില്ല, ഇതില്ലേ ഇങ്ങനെ കുട്ടികൾക്ക് തൊട്ട് നോക്കിയിട്ട് എണ്ണി നോക്കുകയും ചെയ്യും. കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ 10 വരെ. ഇത് വാങ്ങിയതല്ല, ഇത് ഉണ്ടാക്കിയതാ. ഞാൻ കാണിച്ചു തരാം. കയ്യിലുണ്ട് ഇപ്പൊ, ഞാനത് എടുത്ത് കാണിച്ചു തരാം. സാൻഡ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടോ? യെസ് മാം. സാൻഡ് പേപ്പറിൽ 1 2 3 10 വരെ. സാൻഡ് പേപ്പറിൽ അതാ. എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇത് ചെയ്തിട്ടുണ്ട് മാം. എനിക്ക് ആ ബീഡ്സ് വർക്ക് മാത്രമേ. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത പ്രാക്ടിക്കലിന് മുമ്പായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഇനി ഞാൻ ഇതുണ്ടോ? ചെയ്ത് നമ്മൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാണ്. ഇതിൽ ബീറ്റ്സ് ആണ് ഉള്ളത്. ഇതെല്ലാത്തിന്റെയും 10 തന്നെ. ഇപ്പൊ ഒരു 10 ആണെങ്കിൽ അതിൽ 10ല് 10 വീതമാണ് ഇതിലുള്ളത്. ഓക്കെ, ഞാൻ ഇതില് ഫസ്റ്റ് 1 ഉള്ളത് ബീറ്റ് 1, ഈ കളറ് 1 ബീറ്റ് വെച്ചു. ദെൻ 2 കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുക, അറേഞ്ച് ചെയ്യിപ്പിക്കുക. 2 ദെൻ 3 1 2 3. അത് കഴിയുമ്പോ 4 അല്ലേ? 1 2 3 4 4 5 1 2 3 4 5 6 1 2 3 4 5 6 7
1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ കുട്ടികളെ കൊണ്ട് നമുക്ക് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ഒക്കെ കാണിച്ച് കുറച്ച് നീക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അതായാലും നല്ലതാണ്. ഇതിപ്പോ ഫിക്സ്ഡ് ആണ്, ഇത് നീക്കാനായിട്ട് പറ്റില്ല, അനക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്കത് നീക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്യാനായിട്ട് ടഫാണ്. ഇതെനിക്ക് എത്രയാണെന്ന് ഞാൻ എണ്ണി കൗണ്ട് ചെയ്യേണ്ടി വരും. 1, 2, 3, 4, 5. അങ്ങനെ കുറച്ച് പാടാണ്. നീക്കാൻ പറ്റണമെങ്കിൽ നല്ലതാണ്. നീക്കിയെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ നീക്കി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ കാണിക്കുന്നത് സ്പിൻഡിൽ ബോക്സ് ആണ്. ഇതില് വുഡന്റെ തന്നെയാണ് സ്പിൻഡിൽ ബോക്സ് കാണിക്കുന്നത്. നമ്മളത് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതില് ബീഡ്സ് വെച്ചിട്ടാണ് സ്പിൻഡിൽ ബോക്സ് കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതേപോലത്തെ ബോക്സുകളാണ്, ബോക്സ് ആണ്. 10 എണ്ണമുണ്ട്, 10 കോളങ്ങളുണ്ട്. അപ്പൊ അതില് നമ്മള് ആദ്യം തന്നെ കുട്ടികളെ കൊണ്ട് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യിക്കും. കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ മാക്സിമം വരയ്ക്കുന്നുണ്ട്. 1, 2, 3. മിസ് ആ വെക്കുന്ന സാധനം ഒന്ന് കാണിക്കും. അത് കാർഡാണോ മേ? അതെന്താ സാധനം? ക്യൂബാണ്. ഒന്ന് ഇങ്ങനെ കാണിക്കാമോ? വുഡിന്റെ തന്നെയാണ്. ആ ഓക്കെ മാം. കാർഡ് പേപ്പർ നമ്മൾ ഡോമിനോ ടൈപ്പ് ആണോ അത്? എന്താടാ, ഡോമിനോ പോലത്തെയാണോ അത്? വുഡിന്റെ പോലെ തന്നെ പീസാണ് നമ്മളിതില് ഒരു കാർഡ് പോലെ. നിങ്ങൾക്ക് പ്രാക്ടിക്കല് കുട്ടികളുടെ ഗെയിമില്ലേ? ഗെയിമോ? ആ, കളിക്കുന്ന, അതായത് ഇങ്ങനത്തെ ഒരു വുഡിന്റെ അല്ല, അതൊരു ടൈല് പീസ് പോലെയാണ് നമ്പേഴ്സ് ഇതല്ല, ഉള്ളത്. ടൈലിന്റെ അല്ല ഇത്. ടൈലല്ല, ഇത് വുഡാണ്. വുഡ് ടൈലിന്റെ അല്ല കേട്ടോ. ടൈലിന് എനിക്ക് മനസ്സിലായി, ഗെയിമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, അതല്ല ഇത്. അത് ജിപ്സം ബോർഡല്ലേ? ജിപ്സം ബോർഡിന്റെ മാം 6 പിന്നെ ഇരിക്കുന്നത്, എന്താണ് 6, 9 പോലെ ഇരിക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യില് ഇതുണ്ട്, കുറെ ബീഡ്സ് ഉണ്ട്. ഓക്കെ, ഈ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് ചെയ്യുന്നത്. അപ്പൊ 10 ആണ്. ഫസ്റ്റ് എടുക്കാം, 1 എടുക്കാം. 1 ഏതാണ്? റെഡ് ആണ് കേട്ടോ. റെഡ് കുട്ടികളെ കൊണ്ട് 1 റെഡില് എല്ലാ 1ഉം എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, 1 ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റാത്തത് ക്യാമറയുടെ പ്രശ്നം. നമുക്ക് എന്താ പറയുന്നത്, അയ്യോ, then 2 ആണ് ഉള്ളത്. 2. Then 3. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ കൊണ്ട് ഈ ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുമ്പോൾ അവരിതില് അവർക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്പേഴ്സ് പറയാനൊക്കെ അവർക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഈ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 4 ആണ്. യെല്ലോ ആണ് 4. 4. Then 5. 5 ബ്ലൂ ആണ്. Then 6. Then 7.
കുറെ ഉണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ട് വീണ്ടും 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 അത് ചെയ്യിപ്പിക്കാം കേട്ടോ. 7 കഴിഞ്ഞാൽ 8 ആണ്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതാണോ? ഇത് വാങ്ങിക്കാൻ കിട്ടിയതാടാ. നമുക്ക് ചെയ്യാട്ടോ, വീട്ടിൽ തന്നെ അത് ചെയ്തെടുത്താൽ മതി, അത് എളുപ്പമാണ്. കുറച്ച് 9 ആണ്, 9. ലാസ്റ്റ് 10. ഓക്കെ അല്ലേ? ഞങ്ങൾ അവിടെ പ്രാക്ടിക്കലിന് വരുമ്പോ ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾ തനിയെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ മാത്സ് എളുപ്പമാണ്, വീക്സും ഇതൊക്കെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. അതേപോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്, സ്വയമായിട്ട് ചെയ്യണം. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ കാണിച്ചു തരും. ഞാനാണ് ഈ മാത്തമാറ്റിക്കൽ ഏരിയ ചേച്ചിന്ന് ടീച്ചർക്ക് അറിയാം, ടീച്ചർക്ക് അറിയാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ചെയ്യണം കേട്ടോ. അപ്പം മാത്സിൽ എന്തെങ്കിലും ഡൗട്ട്, ഇപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മാത്സിൽ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ അത് ക്ലിയർ ആക്കിയിട്ട് പോകണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞോ, ഞാനത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ പഠിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും, അടുത്ത ആക്ടിവിറ്റി ചെയ്യുള്ളൂ കേട്ടോ. ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ, സ്പേസ് കുറവാണ്. നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ ഈ നമ്മുടെ മൊഡ്യൂള് 3യുടെ ഫസ്റ്റ് പോർഷൻസ് ഒന്ന് റീഡ് ചെയ്യൂ. കുറച്ച് പാരഗ്രാഫ് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കോ. ഒരാളൊന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, രേഷ്മ വായിച്ചു കേട്ടോ. ഇൻട്രൊഡക്ഷൻ അല്ലേ മിസ്സേ? Before the child arrives in the world of mathematics, he is diffusely prepared for that through several activities in different areas. So before beginning with the mathematics, the child must do two things: explore and accept the notion of idealized things with isolated qualities, practice the necessary intellectual skills. Firstly, to introduce the idealization of things and the isolation of qualities, the child is resolved to early sensorial activities. The sensorial material is designed to isolate quality like form, quantity, dimension, etc. Working with the sensorial materials gives the child a chance to deal with the isolated qualities physically and therefore collects sensibilities of the mathematical world of ideal form. The ideal to form in the geometric cabinet and solids, the ideal of dimension in red rods, pink tower, broad stairs, and the ideal graduation of the cylinder blocks. Secondly, the child must to introduce to the creative skills for mathematics, the practical life activities such as pouring beans between two jugs to more complex activities such as sweeping help children with three basic mathematical skills: exactness, calculation, and repetition. The sensorial activities provide the child with basic skills needed for mathematics work: calculation of amount or degree, exactness in perception, sense of weight, set recognition, algebraic analysis. Early arithmetic should not be introduced promptly. Instead, the child should be given enough time to work with all the materials. He needs to get a real perception of the different numbers and their relations to each other. He needs time so that he can increase at his own pace. The idea of quantity is implied in all the materials for the education of the senses. The concept of identity and of different forms is part of the actual technique of the education of senses, which begins with the recognition of identical objects and continues with the arrangement in graduation of similar objects. The young child is able to learn the names of numbers before grasping the abstract perception through repeated work with the materials: number rods, spindle box, cards and counter, sandpaper, numerical and number games. In the Montessori method, children are introduced to the decimal system in the early sensorial materials for dimension in sets of 10. When the child has mastered the arrangement of the long rods,
he has a sensorial basic of for counting 10. The number rod is given next, which is identical to the red rods. However, each section of 1 decimeter is colored red and blue rather. The children are to count 1 to 10 by using number rods. Next, children are introduced to the sandpaper numerals. Then they move on working with the number rods and numeral cards. Another simple counting exercise is done with the spindle box. The spindle box consists of compartments 0 to 9 and 45 loose spindle boxes. The child wants to put the appropriate number of spindles in the correct compartments. Then they are introduced to the cards and counters. 10 wooden cards with the numerals 1 to 10 printed on it and 55 loose counters. The child wanted to arrange the cards in order and places with suitable counts of counters until through knowledge of the units is achieved. The material is limited to 10. Once the units have been mastered, the whole decimal system is introduced. The child is taught the names of power 10 through the bead material. The child is taught the written symbol through the large number cards. The follow-up activities help the children to recognize the quantities and also help to link the written symbol to quantity. Okay, okay. അപ്പൊ നമ്മൾ പറഞ്ഞത് മാത്തമാറ്റിക്കൽ ഏരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടികളോട് നമ്മൾ ചെയ്യിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ ഏരിയ അല്ലെങ്കിൽ സെൻസറി ഏരിയ ആക്ടിവിറ്റീസുകൾ അവർ കൗണ്ട് ചെയ്യാനും അവരുടെ ആ ക്വാണ്ടിറ്റീസും ആ ഡയമെൻഷൻസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ടവർ ആണ് സാർ. പിങ്ക് ടവർ നമുക്കറിയാം. ആ പിങ്ക് ടവറുകൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്തപ്പോ അവർക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കുകയാണ്. അവരുടെ നമ്പേഴ്സ് എങ്ങനെയാണ് 1 2 3 4 5 അത് കൗണ്ട് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടിക്കലാണ്. ദെൻ നമുക്ക് അവർക്ക് സെക്കൻഡ് നമ്മൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് എന്ത് ചെയ്യാണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്ട്രാക്ട്നെസ് ആണ് സാധാരണ കറക്റ്റ് ആക്കുക, നമ്പേഴ്സ് കറക്റ്റ് ആക്കുക, ദെൻ കാൽക്കുലേഷൻ ചെയ്യിപ്പിക്കുക, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ വരും. സോ അവർക്ക് അതേപോലെ വെയിറ്റ്, അതേപോലെ കാര്യങ്ങൾ, ഡിഗ്രീസ്, പിന്നെ ഓൾജിബ്രിക് അനലൈസ് ഒക്കെ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. മാത്തമാറ്റിക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കൂടുതലായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കും. അപ്പൊ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ രീതിയിൽ ആദ്യം നമ്മുടെ കുട്ടിക്ക് നമ്പർ റോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സ്പിൻഡിൽ ബോക്സ്, കാർഡുകൾ, കൗണ്ടേഴ്സ്, പിന്നെ സാൻഡ് പേപ്പർ, ന്യൂമറൽസ്, പിന്നെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്പർ ഗെയിംസ് ചെയ്യിക്കും. ഓക്കെ, ഇൻ മോണ്ടിസോറി മെത്തഡ് നമ്മൾ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് ആ ഒരു ഡയമെൻഷൻ ഓഫ് ഇൻ സെറ്റ് ഓഫ് 10 ഒക്കെ വരെ അവർ കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തൊക്കെ തുടങ്ങും. ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ അവർ കറക്റ്റ് ആയിട്ട് 10 വരെയൊക്കെ കൗണ്ട് ചെയ്യും. ദെൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്, കാൽക്കുലേഷന്റെ ഏരിയയിലേക്ക് പോകുന്നത്. കാൽക്കുലേഷന്റെ ഏരിയയിൽ ഞാൻ ഫസ്റ്റ് ഇപ്പൊ കാണിച്ച രീതിയിൽ അവർ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനൊക്കെ അവർ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോകാം, കാൽക്കുലേഷൻ ഡേയിലേക്ക് വരാം. കാൽക്കുലേഷൻ ഡേയിൽ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഡീഷൻ ടേബിളാണ്. അഡീഷൻ ബോർഡാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് അഡീഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. 1 2 3 10 വരെയാണ്. ദെൻ ഒരു റെഡ് ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു കോളം ബ്ലൂ കളറാണ്. ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളത് നമ്പർ സ്ട്രിപ്സ് ആണ്. ഇത് റെഡും ബ്ലൂവിന്റെയും സ്ട്രിപ്പുകളാണ്. 10 വരെ ഉള്ളതാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇത് അറേഞ്ച് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് അറേഞ്ച് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാല് വിങ്സ് നമ്മൾ പറയില്ലേ, മാലാഹയുടെ ചിറകുകൾ പോലെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോ നോക്കാം. ഇത് 1 ആണ്. ഇതിൽ നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ബ്ലൂവും റെഡും, സോറി മാറിപ്പോയി, ബ്ലൂവും റെഡും കേട്ടോ. ഞാനിത് അറേഞ്ച് ചെയ്യാണ്. 1 then 2 റെഡിലെടുക്കാം, ബ്ലൂവിലെടുക്കാം. ഓക്കെ,
ദെൻ അതും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചിറകുകൾ വരയ്ക്കില്ല, അതേപോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് പോലെ കാണത്തില്ലോ മിസ്സേ. ഒന്ന് സ്ക്രീൻ ഒന്നേ നമ്മള് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയ മക്കള്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഈ ബുദ്ധിമുട്ട് കാണാൻ പറ്റാത്തത്? ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി മിസ്സേ. സ്ക്രീൻ ആക്കിയാലൊന്ന് എനിക്കും നോക്കുകയാണെങ്കിൽ മിസ്സിന് കാണാൻ പറ്റുന്നില്ല മിസ്സേ. ഒന്നും കാണുന്നില്ല. ഇല്ല. പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നു. ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണാം. 4 ആണ്. നമ്മള് രണ്ട് സൈഡിലും ഇത് അറേഞ്ച് ചെയ്യാം. ഞാൻ നോട്ട്സ് മാറ്റിയാണ്. സ്പേസിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. നയൻ ആണ്, 9 വരെയാണ് സ്ട്രിപ്പുകൾ ഉള്ളത്. 9 + 9 18, അതാണ് 18 തന്നിരിക്കുന്നത്. സോ ഓക്കെ അല്ലെ? ഞാനിതില് ഫസ്റ്റ് അഡീഷൻ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിക്കുന്നത് 3 + 6 ആണ് കേട്ടോ. 3 + 6. ഓക്കെ അല്ലെ? ബോർഡ് കുറച്ചും കൂടെ മുന്നിലേക്ക് തള്ളി വെക്കാമോ? കുറച്ചും കൂടെ കയറ്റി വെക്കാമോ ബോർഡ്? ഓക്കെ ആണോ? കുറച്ചും കൂടെ ഓക്കെ മാം. ഓക്കെ അല്ലെ? ഞാൻ ചെയ്യാൻ പോകുന്നത് എത്രയാണ്? 3 + 6 ആണ്. ഞാൻ 3 എന്നുള്ള റെഡ് എന്നുള്ള 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്തു. അത് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ. ബ്ലൂവിൽ നിന്ന് എത്രയാണ്? 6 എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ. എന്നിട്ട് നമ്മൾ കുട്ടികളോട് കൗണ്ട് ചെയ്യിപ്പിക്കും. ടോട്ടൽ ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യും. 3 + 6 ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. 3 + 6 നമ്മൾ എന്ത് ചെയ്യാൻ പറയും? കൗണ്ട് ചെയ്യാനായിട്ട് പറയും. ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ കൗണ്ട് ചെയ്യാം. കുറച്ചുകൂടി ക്ലിയർ ആവും. അവരോട് കോളത്തിലാണ് കൗണ്ട് ചെയ്യാൻ പറയേണ്ടത്. നമുക്കിത് കോളം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോ കോളം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9. അപ്പൊ 3 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ. അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കുന്നു. മനസ്സിലായോ? യെസ് മാം. ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരുമ്പോ ക്ലിയർ ആവും കേട്ടോ. അടുത്ത ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാല് 5 + 2 ആണ്. 5 + 2. ഞാൻ റെഡിൽ നിന്ന് 5 എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുത്തു. അത് കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തു. 5 + 2 ആണ് പറഞ്ഞത്. 2-ൽ നിന്ന് ബ്ലൂവിൽ നിന്ന് 2 എടുത്തു. ഓക്കെ. കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. അപ്പൊ 5 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഓക്കെ. then 9 + 3 ആണ്. then എത്രയാണ്? 9 + 3 ആണ്. 9. ഞാൻ റെഡിൽ നിന്ന് 9 എടുത്തു. 9 എടുത്തു. ബ്ലൂവിൽ നിന്ന് 9 + 3 അല്ലേ? 3 എടുത്തു. then അത് അവരോട് കൗണ്ട് ചെയ്യാൻ പറയണം. 1 2 3 4 5 6 7 8 9 10 11 12. 12 ആണ് ആൻസർ. അവരോട് പറയേണ്ടത് ഈ കോളം ആണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ.
ഓക്കെ, ഇനി അടുത്തത് 4 + 4 ആണ്. 4 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് 4 + 4 ആണ്. നമ്മൾ റെഡിൽ നിന്ന് 4 പ്ലേസ് ചെയ്തു, ബ്ലൂവിൽ നിന്നും 4 പ്ലേസ് ചെയ്തു. 4 + 4 ആണ്. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പൊ 4 + 4 എത്രയാണ്? 8 ആണ്. വലിയത്. അടുത്തതാണ് 7 + 6 എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 7 + 6. 7 ആണ് എടുക്കേണ്ടത്. 7 + 6. ഞാൻ അവരോട് കൗണ്ട് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 13. 13 ആണ്. ഓക്കെ, നമുക്ക് ചെറിയ ചെറിയ നമ്പേഴ്സ് ഒക്കെ വെച്ച് അവരെ കൊണ്ട് എന്താ പഠിപ്പിക്കാം? മാത്സ് അല്ല, അഡീഷൻസ് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം. നിങ്ങൾ പറയാം ഒരു നമ്പർ, ഞാനത് അറേഞ്ച് ചെയ്യാം. 6 + 3 മാം. 6 + 3. ഞാൻ റെഡിൽ നിന്ന് 6 എടുത്തു, അത് അറേഞ്ച് ചെയ്ത് വെച്ചു. ബ്ലൂവിൽ നിന്ന് 3. ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിക്കും. 1 2 3 4 1 2 3 4 5 6 7 8 9. ഓക്കെ, വേറെ നമ്പർ. ഓക്കെ മാം. വേറെ 8 + 2 8 + 2. 8 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് വെച്ചു. 2 നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റും. ആൻസറിന്റെ ഏറ്റവും ആൻസറിന്റെ അടുത്തായിരിക്കും അത് തീർന്നിരിക്കുന്ന കാർഡ് റോഡ് തീർന്നിരിക്കുന്നത്. അപ്പൊ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഓക്കെ. അഡീഷൻ ചെയ്യാനായിട്ട് പഠിച്ചോ എല്ലാവരും? പഠിച്ചു മിസ്സേ. അല്ലേ? പ്രാക്ടിക്കലിന് വരുമ്പോ മാം. കറക്റ്റ് ആയിട്ട് വന്ന അഡീഷൻ ബോർഡ് ഒക്കെ കാണുമ്പോ തന്നെ ചെയ്യില്ലേ? മാം ഇതുപോലെ ചെയ്യാം മാം. ബുക്കിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ഇതേപോലത്തെ വർക്ക് എന്റെ മോന്റെ ബുക്കിൽ ഉണ്ടെന്നേ. പഠിക്കാൻ അത് മൾട്ടിപ്ലിക്കേഷന്റെ ആണ്. ഞാൻ കാണിച്ചു തരാം. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ട്ടോ, നമുക്ക് ചെയ്യാം. കാണുന്നുണ്ടോ ലൈനില് റൗണ്ട് ചെയ്ത് പോണത്? ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വേറൊരു മെത്തേഡാണ്. ഞാൻ അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ടൈം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് മനസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ ആണത്. ഇനി നമ്മൾ നോക്കുന്നത് സബ്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. കേട്ടോ? നമ്മളിനി നോക്കാൻ പോകുന്നത് സബ്സ്ട്രാക്ഷന്റെ ബോർഡാണ്. സബ്സ്ട്രാക്ഷൻ ആണ്. ഞാനത് ഇത് രണ്ടും ഉണ്ട്. നല്ല ഇടാ, നല്ല സിലബസ് അത്. 1 മിനിറ്റ് സബ്സ്ട്രാക്ഷന്റെ ബോർഡ് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഈ സബ്സ്ട്രാക്ഷൻ ബോർഡ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇവിടെ 9 വരെയാണ്
ബ്ലൂ, ഈ സൈഡ് ബ്ലൂ, ഈ സൈഡ് റെഡ് ആണ്. 1 2 3 4 5 7 8 9 വരെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നടുക്കി കൂട്ടി ലൈനാ വരുന്നത്. നേരത്തെ 10 വരെയും വരുന്നുണ്ട്. 10 കഴിഞ്ഞിട്ടായിരുന്നു ലൈൻ വന്നത്. അപ്പോൾ ഇതിൽ 9 വരെയാണ്. അത് സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഇത് സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. ഇതില് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സ്ട്രിപ്പുകളുണ്ട്. ഇത് ഗ്രേ സ്ട്രിപ്പാണ്. നേരത്തെ നമ്മൾ അഡീഷണൽ കാണാത്ത മെറ്റീരിയലാണ് ഈ ഗ്രേ സ്ട്രിപ്പുകൾ. ഇതിന്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യാണ് ഞാനിവിടെ. സ്പേസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒന്നും കാണാൻ പറ്റാത്ത, എല്ലാത്തിനും ഓരോ ഡയമീറ്റർ അനുസരിച്ച് കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് വെച്ചാൽ അടുത്തയിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ. വരുന്നതിന് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാത്തിലും അങ്ങനെ കുറഞ്ഞ വരുന്നേ. എവിടെ വെച്ചിരിക്കണേ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും. ഇവിടെ ഓരോന്നിന്റെ സൈസ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, സബ്സ്ട്രാക്ഷന് കുറച്ച് കാർഡുകൾ എടുക്കാണ്. സബ്സ്ട്രാക്ഷന്റെ ഇതില് ഓക്കെ ഏതാ ഇതിലെ ക്വസ്റ്റ്യൻ എത്രയാണ്? 8 - 2 ആണ് പറഞ്ഞത് കേട്ടോ. എത്രയാണ്? 8 - 2 ആണ്. അപ്പൊ ഞാൻ 8 - 2 എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് കേട്ടോ, മിനിറ്റ്.
നോക്കട്ടെ. നമുക്ക് 8 വരെയും വേണം അല്ലെ? 8 വരെയും വേണം. ബാക്കിയുള്ളത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 കഴിഞ്ഞിട്ടുള്ളത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ബാക്കി എത്ര കോൾ ഉണ്ടെന്ന് തന്നെ? 1 2 3 4 5 6 7 8 9 10. 10ന് നേരെ ഉള്ളത് എടുക്കാം. കുറച്ച് നീങ്ങിയിട്ടുണ്ട്. എന്ന് നേരെ ഉള്ളത് എടുക്കാണ്. സോറി, ഇതാ 10ന്റെ നേരെ ഉള്ളത്. ഇതെടുത്ത് ഞാനിവിടെ എന്ത് ചെയ്യാനത് ക്ലോസ് ചെയ്ത് വെക്കാണ്. 8 - 2. ഓക്കെ, അതിനകത്ത് എന്ത് ചെയ്തു? 8 കഴിഞ്ഞിട്ടുള്ള സംഖ്യകളൊക്കെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ? ഓക്കെ, 8 - 2 ആണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് റെഡിൽ നിന്ന് 2 എന്ന് പറയുന്ന 1 2 എടുത്തിട്ട് എവിടെ വെച്ചു? ഇവിടെ എടുത്ത് വെച്ചു. ഓക്കെ, 2 എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ കോളങ്ങൾ, ബാലൻസ് ഉള്ള കോളങ്ങൾ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6. അപ്പൊ നമ്മുടെ ആൻസർ 8 - 2 എത്രയാണ്? 8 - 2 എത്രയാണ്? 6 ആണ് ആൻസർ. 6 ആൻസർ ആവുമ്പോൾ ഞാൻ എടുത്ത് വീണ്ടും ഈ 6 എന്ന് പറയുന്ന നമ്പർ റോഡ് എടുത്തിട്ട് ഞാൻ സ്റ്റെപ്പ് എടുത്തിട്ട് നോക്കാണ് കറക്റ്റ് ആണോ. അപ്പൊ അതേ കറക്റ്റ് ആണ്. 6 ആണ് ആൻസർ. 1 2 3 4 5 6. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് തിരിച്ച് തന്നെയാണ് എടുത്തത്. അതേപോലെ തന്നെ തിരിച്ച് ഞാൻ വയ്ക്കുന്നത്. ഞാൻ എടുക്കുന്നത് 9 - 3 ആണ്. സോ 9 വരെ നമുക്ക് മതി, ബാക്കിയുള്ളത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 9 കഴിഞ്ഞിട്ട് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 9 വരെ വേണം. 1 2 3 4 5 6 7 8 9. 9ന്റെ നേരെ ഉള്ളത് എടുക്കാം. ഇത് 9ന്റെ നേരെയുള്ള ടേസ്റ്റ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. 9 - 3 ആണ്. റെഡിൽ നിന്ന് എത്ര എടുക്കേണ്ടത്? 3 ആണ് എടുക്കേണ്ടത്. 1 2 3. ദെൻ അതെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ദെൻ നമ്മൾ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6. 6 ആണ് ആൻസർ. സോ 6 റോഡ് സ്റ്റെപ്പ് എടുത്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, നമ്മള് ഇതിന്റെ സെയിം പൊസിഷനിലേക്ക് എടുത്ത് തിരിച്ചു വെക്കുകയാണ്. നെക്സ്റ്റ് ആണ് 10. 10 - 3 ആണ് വന്നിരിക്കുന്നത്. ഇതാണ് 10 - 3. ഞാനപ്പോ 10 എടുക്കാണ്. 10 ഓക്കെ, 10ന്റെ 10 കഴിഞ്ഞിട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 വന്നു. 8ന് നേരെയുള്ള സ്ട്രിപ്പ് എടുത്തത് ബ്ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ബ്ലോക്ക് ചെയ്ത് വെച്ചു. 10 - 3 ആണ് പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ എത്ര എടുക്കാം? 3 എടുത്തിട്ട് വെച്ചു. എന്നിട്ട് കുട്ടികളോട് പറയാം കൗണ്ട് ചെയ്ത് നോക്കാൻ. ഒരു കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7. 7 ആണ് ആൻസർ. എന്നിട്ട് അവരോട് പറയാം 7 ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് സ്ട്രിപ്പ് എടുത്തിട്ട് വെച്ച് നോക്കാണ്. അപ്പൊ ഓക്കെയാണ്, 7 ആണ് ആൻസർ. മിസ്, അവിടെ ഈ 16 വരെ എനിക്ക് കാണത്തുള്ളേ. അത് 20 വരെയാണ് മിസ്. ആ റൈറ്റ് സൈഡിലോട്ടുള്ള 18 വരെയാണ്. ഓക്കെ മാം. 18 വരെയാണ്. ഇനി അടുത്തത് 7 - 3 ആണ്. 7 - 3 ആണ്. ഓക്കെ, അപ്പൊ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. 11 നേരെ ഉള്ളത് എടുക്കാം. 11 നേരെ ഉള്ളത് 7 - 3 ആണ്. 3 നമ്പേഴ്സ് എടുത്തിട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മളോട് പറയും, അത് കുട്ടികളോട് പറയാം കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4. 4 ആണ് ആൻസർ. 4 കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വെച്ചു നോക്കിയപ്പോ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് സബ്സ്ട്രാക്ഷൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആണ് എന്റെ കയ്യിലുള്ള ലാസ്റ്റത്തെ 8 - 2 ആണ്. അപ്പൊ 8 കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ് നമ്പേഴ്സ്? 8 - 2 ചെയ്തതാണ് നമ്മള്. അല്ല മാം, അല്ലെ? ഓക്കെ, 8 കഴിഞ്ഞിട്ടുള്ള കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 10ന് നേരെയുള്ള സ്റ്റെപ്പ് എടുക്കാം. ബ്ലോക്ക് ചെയ്ത് വയ്ക്കാം. 2 ആണ്. റെഡിൽ നിന്ന് 2 എടുക്കാം. ദെൻ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. 6 ആണ്. സോ കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ബ്ലൂ സ്ട്രിപ്പിൽ നിന്ന് 6 എടുത്ത് നോക്കാം. കറക്റ്റ് ആണ്. ഇത് നിങ്ങൾ നമ്പേഴ്സ് ഞാൻ ചെയ്യാം.
7 minus 3. 7 minus 3. 7 വരെയും വേണം. ഓക്കെ 7 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 11. 11 നേരെ ഉള്ളത് എടുക്കണം. 11 നേരെ കേട്ടാ ഞാൻ മെസ്സേജ് കാണുന്നുണ്ട്. ഒരാൾ F3 കേട്ടോ. എടാ 4 ആണ് ആൻസർ. കൗണ്ട് ചെയ്ത് നോക്കി. 1 2 3 4 കൺഫേം ചെയ്യാണ്. എടുത്തിരിക്കുകയാണ്. 4 ആണ് ആൻസർ. പിന്നെ മെസ്സേജ് ഒന്ന് നോക്കട്ടെ. 11 മൈനസ് 4. 11 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യണം. 1 2 3 4 5 6 7 7. 1 മിനിറ്റ് കേട്ടോ. നേരെയുള്ള 11 കഴിഞ്ഞിട്ട് പറഞ്ഞ 1 2 3 4 മിസ്സേ 5 ഷെയർ ചെയ്യാവോ? സ്ക്രീന് കാണുന്നില്ല. കാണാടെ 7 നേരെയുള്ള സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ബ്ലോക്ക് ചെയ്തു. then 7 മൈനസ് എത്ര 11 മൈനസ് എത്ര 4 ആ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 4 എടുത്ത് വെച്ചു. then ബാലൻസ് ഉള്ള കോളംസ് കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3 4 5 6 7. 7 ആണെന്ന് ഉറപ്പിക്കണ്ടേ. സോ 7 സ്റ്റെപ്പ് എടുത്തിട്ട് വരികയാണ്. കൺഫേം ചെയ്തു. 7 ആണ് ആൻസർ. അടുത്തത് ആൻസർ വരുന്നത് അങ്ങനെ ചെയ്യും മിസ്. 5 മൈനസ് 5 അല്ലെങ്കിൽ 3 മൈനസ് 3 എന്നൊക്കെ വരൂലേ? 0 ആൻസർ വരൂലേ? ആൻസർ വരും. അതെങ്ങനെയാ ചെയ്യപ്പോ? അത് മൊത്തത്തിൽ കോളം ഫില്ല് ചെയ്യും. 5 മൈനസ് 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 5 കഴിഞ്ഞിട്ടുള്ള കോളംസ് എടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13. 13 നേരെ ഉള്ളത് എടുക്കുക. അത് ബ്ലോക്ക് ചെയ്ത് ദെൻ നോക്കി ഇവിടുന്ന് 5 അല്ലെ എടുക്കുന്നത്. 5 എടുത്തു. 5 വെച്ച് കഴിഞ്ഞപ്പോഴേക്കും 0 ആയി പോയി. ഇവിടെ വേറെ എന്തെങ്കിലും കോളംസ് ഉണ്ടോ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാനായിട്ട്? ഇല്ല മാം. അങ്ങനെ ഇടാം. 12 മൈനസ് 3 12. 1 2 3 4 5 6 6 നേരെയുള്ളത് പ്ലേസ് ചെയ്യാം. 3 എടുക്കാം. then 9. 1 2 3 4 5 6 7 8 9. 9. ഓക്കെ. അപ്പൊ സബ്സ്ട്രാക്ഷൻ പഠിച്ചോ? പഠിച്ചു മാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? പ്രാക്ടിക്കലിന് വരുമ്പോൾ നിങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പഠിപ്പിച്ച ആക്ടിവിറ്റീസ് ഒക്കെ കൂടി നോക്കാം. ഓക്കെ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളോട് ഇംഗ്ലീഷ് ടീച്ചർ ചോദിച്ചു ഇംഗ്ലീഷ് മീഡിയം റിവിഷൻ വല്ലതും വേണോന്ന് ചോദിച്ചു. വേണം മാം. വേണം എന്ന് പറഞ്ഞായിരുന്നു ഇംഗ്ലീഷ് മിസ്സിനോട്. വേണം. മിസ്സിനോട് ക്ലാസ് റൂമിൽ ഇട്ടുതരാൻ പറഞ്ഞാൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ മതിയോ? അങ്ങനെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ഞാൻ പറയാം. കാണാപ്പാഠം പഠിച്ചിട്ട് പോവരുതേ. ഇത് വലിയ മാറിപ്പോയോട്. നമ്മൾ മനസ്സിലാക്കി എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചാപ്റ്റർ റീഡ് ചെയ്ത് കഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ. നല്ല ഇതായിരുന്നു. നേരത്തെ ഇടുമ്പോ MCQ നല്ലോണം ഒരു തവണയൊക്കെ വായിച്ചാൽ മനസ്സിലായി. 2-3 വട്ടം വായിച്ചിട്ടാണ് ആൻസർ അറ്റൻഡ് ചെയ്ത്. അതെ. അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തേക്കാളും ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ടാണ് ഇവര് മെയിൻ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ നോക്കിയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത് എഴുതി തന്നിരിക്കുന്നത്. അത് കുറച്ച് ടഫാണ്. എനിക്കറിയാം കുറച്ച് ടഫാണ്. ഒരു 3-4 വട്ടം ഒക്കെ വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്തത്. എന്നാലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ പെട്ടെന്ന്. നല്ലോണം റീഡ് ചെയ്തു. ഞാൻ 2-3 വട്ടമൊക്കെ വായിച്ചിട്ടാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇടുമ്പോ ഒറ്റ തവണ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൻസർ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇത് പക്ഷെ 2-3 വട്ടം വായിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഒന്ന് നോക്ക് നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ.
ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല മാം. മറ്റേതിനെ അപേക്ഷിച്ച് ഒരു ഇച്ചിരി മാറ്റം വന്നപ്പോ ഞങ്ങൾക്ക് അതങ്ങ് ഡൈജസ്റ്റ് ആവാനുള്ള ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. കുഴപ്പമില്ല. കാരണം നോക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറച്ചും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഇടാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഇടും കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കണേ ഓരോ ചാപ്റ്റേഴ്സിന്റെ പോലെ. ചിലപ്പോ ഓർഡറിൽ ആയിരിക്കില്ല ഇടുന്നത് കേട്ടാ. ഓർഡറിൽ ചിലപ്പോ ഇടാൻ പറ്റില്ല. അപ്പൊ ഉള്ള ആദ്യം ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് നോക്കിയാൽ മതി. ഇന്ന ചാപ്റ്ററിന്റെ യൂണിറ്റ്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാട്ടോ. ചെയ്യാമേ. ഓക്കേടാ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച വരുമ്പോ നോക്കണം കേട്ടോ. പറഞ്ഞാൽ മതി, ഞാൻ അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. ടീച്ചറുടെ ചാപ്റ്ററും കൂടി വന്നിട്ട് മിസ്സേ, പ്രത്യേകിച്ച് ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ഡയറ്റ് നോക്കട്ടെ. അത് ശരിക്കും പറഞ്ഞാല് ശരണ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ജിഷ് ടീച്ചറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നോക്കട്ടെ. കുറച്ച് ജിഷ് ടീച്ചറിനായിട്ട് ക്വസ്റ്റ്യൻസ് കാണിച്ചിടാൻ പറഞ്ഞു നിഷ മാമിന് ക്വസ്റ്റ്യൻ ഇടാൻ മടിയാന്ന് പറഞ്ഞു. എനിക്ക് ക്വസ്റ്റ്യൻ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇടാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇടുന്നത്. പിങ്കിയുടെ ഡെലിവറി കഴിഞ്ഞത് മിസ് അറിഞ്ഞായിരുന്നോ? പിങ്കിയുടെ ഡെലിവറി കഴിഞ്ഞോ? മിനിഞ്ഞാന്ന്. എന്തുകുട്ടിയാ? പെൺകുട്ടിയാ. ആണോ? ഒരു മിനിറ്റ് കേട്ടോ.